എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഒട്ടുമിക്ക കുട്ടികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഡിഷായ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇന്നിവിടെ നൂഡിൽസ് റെഡിയാക്കുന്നത്. ഇനി പാക്കറ്റ് നൂഡിൽസ് മേടിക്കേ വേണ്ട. കുട്ടികൾ ചോദിക്കുമ്പോഴൊക്കെ ഈ രീതിയിൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. ഇന്നിവിടെ 3 തരം നൂഡിൽസ്, വെജ്, എഗ്ഗ്, ചിക്കൻ ഇവയെല്ലാം തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് കിഡ്സ് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ആദ്യം വെജ് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം എടുക്കുന്നു. ചൂടുവെള്ളം ഒന്നും വേണ്ട, സാധാ പച്ചവെള്ളം മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. മുട്ട ഉപയോഗിക്കില്ലാത്തവർ പകരം 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. മുട്ടയുടെ മണം വരാതിരിക്കാൻ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നു. എണ്ണ ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. ഇതിപ്പോൾ നന്നായി അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ ഗോതമ്പ് പൊടി വേണ്ടി വരും. അത് കുഴച്ച് നോക്കി തീരുമാനിക്കുക. കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആദ്യം ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് തുടങ്ങാം. ഈ പൊടി മുഴുവൻ ഒരുമിച്ച് ചേർക്കണമെന്നില്ല. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കി കുറേശ്ശെയായി ചേർത്ത് കുഴച്ചാലും മതി. എനിക്ക് ഈ ഒരളവിൽ കറക്റ്റ് 1/2 കപ്പ് ഗോതമ്പ് പൊടി ആവശ്യം വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫോർക്ക് മാറ്റി കൈകൊണ്ട് തന്നെ കുഴച്ച് തുടങ്ങാം. ഈ മാവ് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അതുകൊണ്ട് ഇതൊരു 5 മിനിറ്റ് ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ ഇതുപോലെ ബൗളിലിട്ട് കുഴയ്ക്കാം. അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ കിച്ചൺ സ്ലാബിലോ സൗകര്യത്തിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം. നമ്മളിത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴിയിൽ കൂടെയാണ് നൂഡിൽസ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഈ മാവ് ഒത്തിരി ടൈറ്റ് ആയിട്ടിരുന്നാൽ അതിൽ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇതിപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർക്കുക. അഥവാ ഇത് ടൈറ്റായി പോയെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തൊന്ന് മാവ് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ മുട്ടയുടെ വലുപ്പത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗോതമ്പ് പൊടിയുടെ അളവ്. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് 10 തൊട്ട് 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായി വെക്കുമ്പോൾ അടച്ച് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നമ്മൾ കുഴിച്ച് വെച്ചതിലും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും കുഴിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നൂഡിൽസ് തയ്യാറാക്കാനുള്ള ഈ സേവനാഴി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിലെ ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള ചില്ലാണ് ഇടുന്നത്. ഇതിലൊത്തിരി മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിൻ്റെ ചില്ലിലും അകത്തൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് വെച്ച് ഫില്ല് ചെയ്യാം. ഈ മുഴുവൻ മാവ് ഇതിൽ കൊള്ളില്ല, അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം. ഇനി നൂഡിൽസ് തയ്യാറാക്കാനായി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം ചേർക്കുന്നു. ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം തിളപ്പിക്കാം. വെള്ളം പെട്ടെന്ന് തിളയ്ക്കാനായി നമുക്ക് മൂടി വെച്ച് തന്നെ തിളപ്പിക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി സേവനാഴി ചുറ്റിച്ച് ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ ഇടരുത്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് തന്നെ ഇതിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെ പൊട്ടിപ്പിടിക്കാതെ ഇത് കിട്ടത്തുള്ളൂ. ഇടിയപ്പം തയ്യാറാക്കുന്നതിലും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ടാണിത്, എങ്കിലും ഒത്തിരി ടൈറ്റ് അല്ല. അപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തില്ലെങ്കിൽ ഇത് ഈ രീതിയിൽ കറക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. നമുക്ക് എത്ര നീളത്തിൽ വേണോ ആ നീളമാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വിടാം. നമ്മൾ കുഴച്ച മാവ് മുഴുവൻ ഒറ്റ ട്രിപ്പിൽ ഇതിലോട്ട് ചേർക്കണമെന്നില്ല, 2 ട്രിപ്പായിട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ഇതിലേക്ക് പകുതി മാവ് ചുറ്റിച്ച് ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ ട്രിപ്പിൽ ഇത്രയേ ചേർക്കുന്നുള്ളൂ, ബാക്കി അടുത്ത പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഇനി ഇതിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും എല്ലാം നന്നായിട്ട് വേവായി വരാനും വേണ്ടി. ഇത് ഈ രീതിയിൽ 3 തൊട്ട് 4 മിനിറ്റ് വരെ വെട്ടി തിളച്ചാൽ മതി. കറക്റ്റ് പാകത്തിന് വേവാകും. അപ്പോൾ ഇതിൽ നിന്നൊരു വള്ളി എടുത്തൊന്ന് മുറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വേവായോ ഇല്ലയോ എന്ന്. അതും അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും.
കൂടുതൽ സമയമിട്ട് വേവിക്കരുത്. ഇതിൻ്റെ കറക്റ്റ് പാകം തന്നെ നോക്കിയെടുക്കണം. ഏറ്റവും കൂടി പോയാൽ 5 മിനിറ്റ് മതിയാവും. ഇതിപ്പോൾ വേവായിട്ടുണ്ട്. ഞാനിനി വെള്ളം ഊറ്റി മാറ്റുകയാണ്. അപ്പോൾ ഇതേ വെള്ളം തന്നെ നമുക്ക് അടുത്ത ബാച്ചിന് ഉപയോഗിക്കാം. അതുകൊണ്ട് നല്ലൊരു ബൗളിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഈ നൂഡിൽസ് ഈ ചൂടിലിരുന്ന് വീണ്ടും വേവാകും. അതുകൊണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യം കൂടി പച്ചവെള്ളം മാറി മാറി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഗോതമ്പിൻ്റെ ആ ചുവ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരും. ഇനി നൂഡിൽസിനുള്ള മസാല റെഡിയാക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നു. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നു. ഇത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു 30 സെക്കൻഡ് മതിയാവും. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലേക്കുള്ള മറ്റു വെജിറ്റബിൾസ് ചേർക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത ഒരു മീഡിയം സൈസ് സവാള, ഇവ രണ്ടും കൂടി ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വഴട്ടാം. വെജിറ്റബിൾസൊക്കെ 2 തൊട്ട് 2.5 ഇഞ്ച് വരെയുള്ള നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒരേ നീളത്തിൽ ഒരുപോലെ അരിയുവാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. ഇങ്ങനെ തന്നെ അരിയണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഇതും ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി ക്യാബേജ് നീളത്തിലരിഞ്ഞത് ചേർക്കാം. ക്യാബേജിന് ഒത്തിരി വേവില്ല, അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ ഇപ്പോൾ ഇവയൊക്കെ ചേർക്കുമ്പോൾ നൂഡിൽസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇവയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നൂഡിൽസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് സോസുകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ വിനെഗർ ചേർക്കാം. അപ്പോൾ വിനെഗർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പകരം 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താലും മതി. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരളവിൽ ചില്ലി സോസ് ചേർത്താൽ നൂഡിൽസിന് എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടിരിക്കണമെങ്കിൽ 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ വെജ് നൂഡിൽസിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയ മുഴുവൻ നൂഡിൽസും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ രീതിയിൽ അടിഭാഗത്തു നിന്നും പൊക്കി മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ശക്തമായി ഇളക്കിയാൽ നൂഡിൽസ് എല്ലാം പൊട്ടി ചെറിയ കഷ്ണങ്ങളായി പോകും. അതല്ലെങ്കിൽ ഈ രീതിയിൽ പാൻ മൊത്തത്തിലെടുത്ത് കുടഞ്ഞെടുത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി സ്പ്രിങ്കിൾ ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് തീരുമാനിക്കുക. ഈ കുരുമുളക് പൊടി ഈ സമയത്ത് ഇടണമെന്നില്ല, ഓരോരുത്തരും കഴിക്കുന്ന സമയത്ത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ വെജ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ചിക്കൻ നൂഡിൽസിനും എഗ് നൂഡിൽസിനുമുള്ള പ്രിപ്പറേഷൻ നോക്കാം. അതിനായി മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായി 2 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ചേർക്കുന്നത്. ഇനി ഇത് വേവിക്കാം. അതിനായി ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് അടിച്ച് പതപ്പിച്ച മുട്ട ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ അടിഭാഗം ഒന്ന് വേവായി തുടങ്ങട്ടെ. ഇനി ഇതൊന്ന് ഇളക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് വേവായി മൊരിഞ്ഞു പോകണ്ട. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട. അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് നമുക്ക് സാധാരണ നൂഡിൽസിൽ മുട്ട ഇടാറ്. ഇനി എഗ് നൂഡിൽസ് തയ്യാറാക്കാൻ ഇപ്പോൾ ഈ തയ്യാറാക്കിയ ഈ എഗ്ഗ് നമ്മുടെ വെജിറ്റബിൾ മസാല റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ഈ മുട്ട കൂടി ചേർത്തിട്ട് നൂഡിൽസ് ചേർത്ത് മിക്സ് ചെയ്താൽ എഗ് നൂഡിൽസ് റെഡിയാവും. അടുത്തതായി ചിക്കൻ റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തതാണ്. ഇത് ചൂടായ ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് വേവിക്കാനായി ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനി ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതായത് ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ചിക്കൻ്റെ സോഫ്റ്റ്നെസ് പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ പീസുകളൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വേവായോ എന്നറിയാൻ ഇതുപോലെ സ്പൂൺ വെച്ച് കഷ്ണങ്ങളൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. അപ്പം വളരെ ഈസി ആയിട്ട് ഇത് മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിക്കൻ വേവായി എന്ന് മനസ്സിലാക്കാം.
ഇപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിലർക്ക് ചിക്കൻ നല്ല മൊരിഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കുറേ സമയം കൂടി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി ഇത് മൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കാം. നമ്മൾ നേരത്തെ വെജിറ്റബിൾ നൂഡിൽസിന് ചെയ്ത പോലെ തന്നെ അതേ അളവിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും ചേർക്കാം. വെളുത്തുള്ളി, ക്യാരറ്റ്, സവോള, ക്യാപ്സിക്കം, ക്യാബേജ് ഇവയെല്ലാം വഴറ്റിയെടുക്കാം. ഇനി സോസുകളെല്ലാം ചേർക്കാം. ഞാൻ എല്ലാ സോസും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാണ് ചേർക്കുന്നത്. ഞാൻ ഈ സോസിനകത്ത് വിനെഗർ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനെഗറിന് പകരം നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങാനീര് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാം. സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർക്കാം. ഇതും 1.5 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയ മുഴുവൻ നൂഡിൽസും ഉണ്ട്. ഇതിനി ഉടഞ്ഞു പോകാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, അതല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ചേർത്താലും മതി. അങ്ങനെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ നൂഡിൽസിൻ്റെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.